എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ വേർഡ് കമ്മ്യൂണിസ് വിച്ച് മീൻസ് കോമൺ എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് ഡിറൈവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐഡിയാസ് പരസ്പരം ഷെയർ ചെയ്യത്തില്ലേ, അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷനിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ വീൽസ് ഓർ വെഹിക്കിൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ആ വാഹനത്തിന്റെ വീൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മുന്നോട്ട് പോകാൻ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. നല്ല മാനേജേഴ്സ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കും, പുവർ മാനേജേഴ്സ് പുവർ കമ്മ്യൂണിക്കേഷൻ ഉള്ളവരായിരിക്കും. ഇപ്പൊ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു കെയ്റ്റ് ഡേവിസ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പാസിംഗ് ഇൻഫർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതാണ് കെയ്റ്റ് ഡേവിസിന്റെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻസ്. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടുപേരെങ്കിലും പരസ്പരം, ഒരു അയക്കുന്ന ആളും അത് റിസീവ് ചെയ്യുന്ന ആളും, ഒരു സെൻഡറും ഒരു റിസീവറും ഒരു കമ്മ്യൂണിക്കേഷന്റെ ലിങ്കിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു മെസ്സേജ് എപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ കൂടെ പാസ് ചെയ്തിരിക്കും. അതായത് ഒരു സബ്ജക്ട് മാറ്റർ ഉണ്ടായിരിക്കും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 2-way പ്രോസസ് ആണ്. അവിടെ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും, അത് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഫോർമലും ഉണ്ടാവാം, ഇൻഫോർമലും ഉണ്ടാവാം. യൂഷ്വലി ഇത് ഫ്ലോ അപ്പ് ആൻഡ് ഡൗൺ ഫ്രം സൈഡ് ടു സൈഡ്. എങ്ങനെ വേണമെങ്കിലും ആവാം, മുകളിൽ നിന്ന് താഴേക്ക് ആവാം, സൈഡ് ടു സൈഡ് ആവാം, എങ്ങനെ വേണമെങ്കിലും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം. നെക്സ്റ്റ് നോക്കൂ, നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാമാണ് താഴെ തന്നിരിക്കുന്നത്. പ്രോസസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നോക്കൂ, ഫീഡ്ബാക്ക് ഏറ്റവും അവസാനം വരുന്നതായിരിക്കുമല്ലോ, സെൻഡർ ആയിരിക്കും മെസ്സേജ് തുടങ്ങുന്നത്. അപ്പൊ സെൻഡർ മെസ്സേജ് ചെയ്യുന്നു, ആ മെസ്സേജ് എൻകോഡ് ചെയ്ത് മീഡിയ വഴി ഡീകോഡ് ചെയ്ത് റിസീവറിലേക്ക് എത്തുന്നു. ദാറ്റ് ഈസ് ഏറ്റവും ഫൈനലി അതിന്റെ ഫീഡ്ബാക്ക് സെൻഡർക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് പ്രോസസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മൊത്തത്തിൽ അനലൈസ് ചെയ്യപ്പെടുന്നത്. സോ ഈ ഒരു പാറ്റേൺ നമ്മൾ കൃത്യമായിട്ട് ഡയഗ്രാം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഡയഗ്രാം കൂടെ മെൻഷൻ ചെയ്ത് പോകേണ്ടതാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ പ്രോസസ്സിൽ ഒരുപാട് സോഴ്സസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒന്നാമത്തെ ആളാണ് സെൻഡർ. സെൻഡർ എന്ന് പറയുന്നത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്, കമ്മ്യൂണിക്കേറ്റർ. മെസ്സേജ് കൺവേ ചെയ്യുന്ന ആളിനെയാണ് കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ സെൻഡർ എന്ന് പറയുന്നത്. സെൻഡർ ആണ് സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് മെസ്സേജ് ഓർ ഐഡിയ. അതായത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സംഭവം, അതിനകത്തുള്ള സബ്ജക്ട് മാറ്റർ ആണ് മെസ്സേജ് എന്ന് പറയുന്നത്. അത് എന്ത് വേണമെങ്കിലും, ഒരു ഓർഡർ ആവാം, ഒരു വ്യക്തിയുടെ ഒപ്പീനിയൻ ആവാം, എന്തെങ്കിലും അപ്പീൽസ് ആവാം, അല്ലെങ്കിൽ വ്യൂസ് ആവാം, സജഷൻസ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനകത്തുള്ള കണ്ടന്റിനെയാണ് മെസ്സേജ് അല്ലെങ്കിൽ ഐഡിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് എൻകോഡിംഗ്. എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെസ്സേജിനെ സിമ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അതിന് മീഡിയ വഴി ഇതിനെ പാസ് ചെയ്ത് വിടണ്ടേ, അതിന് വേണ്ടിയിട്ട് ഈ സെൻഡർ അയച്ച ഈ മെസ്സേജിനെ സിമ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് എൻകോഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനുശേഷം മീഡിയ ഓർ ചാനൽ വിച്ച് മീൻസ് ഇതൊരു പാത്താണ്. ഈ എൻകോഡഡ് മെസ്സേജ് കൃത്യമായിട്ട് റിസീവറിന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് പാസ് ചെയ്ത് വിടുന്ന പാത്താണ്. അതൊരു ചാനൽ എന്ത് വേണമെങ്കിലും ആവാം, റിട്ടേൺ ഫോമിലാവാം, ഫേസ് ടു ഫേസ് ആവാം, അല്ലെങ്കിൽ ഒരു ഫോൺ ആവാം, ഇന്റർനെറ്റ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഫിഫ്ത്ത് വൺ റെക്കോർഡിംഗ് ആണ്. അതായത് ഈ കൺവേർട്ട് ചെയ്ത് എൻകോഡ് ചെയ്ത സിമ്പിൾസ് സെൻഡറിലേക്ക്, സെൻഡർ അയച്ച ഈ മെസ്സേജ് കൺവേർട്ട് ചെയ്ത് എൻകോഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി ഡയഗ്രത്തിൽ കാണിക്കാറില്ല. പിന്നെ അത് റിസീവറിലേക്ക് എത്തുന്നു. റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെസ്സേജ് സ്വീകരിക്കുന്ന വ്യക്തി, അദ്ദേഹം അത് ഡീകോഡ് ചെയ്ത് എടുക്കുന്നു. ലാസ്റ്റ് വൺ ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഡീകോഡ് ചെയ്യുന്ന എൻകോഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ആണ്, നമ്മുടെ മെസ്സേജ് ആയിട്ട് വായിച്ചെടുക്കുന്നു. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡർ അയച്ച മെസ്സേജിന്റെ റെസ്പോൺസ് തിരിച്ച് റിസീവർ കൊടുക്കുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഈ റിസീവർ സെൻഡ്സ് ഹിസ് റെസ്പോൺസ് ടു ദ സെൻഡർ ഓഫ് ദാറ്റ് മെസ്സേജ്. ദെൻ ഈ റെസ്പോൺസിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഒരു സെൻഡർക്ക് ഫീഡ്ബാക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാവുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ഹലോ പറഞ്ഞു, മറ്റേ സ്ഥലത്തുനിന്നും അതേ ഹലോ തിരിച്ചു കേൾക്കുമ്പോഴല്ലേ ഓക്കെ അത് അവിടെ കേട്ടു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതാണ് ഇവിടെ ജസ്റ്റ് ഫീഡ്ബാക്ക് കൊണ്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ. നോയ്സ്. നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഹിൻഡ്രൻസസ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനാണ് നോയ്സ് എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ. ഓക്കെ.
ഇനി നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഫീച്ചേഴ്സ് നോക്കി, അതുപോലെ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. നെക്സ്റ്റ് വൺ ആണ് ഇമ്പോർട്ടൻസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഓരോ ഓർഗനൈസേഷനും കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ലാതെ മുന്നോട്ട് സർവൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഒത്തിരി മാനേജേഴ്സും 90% ഓഫ് ദ ടൈമും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ആണ് ഗ്രൂപ്പ് ആക്ടിവിറ്റികളുടെയൊക്കെ ഫൗണ്ടേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ആണ് ഒരു ഓർഗനൈസേഷന് കൊടുക്കുന്നത്. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് ഡിസിഷൻ മേക്കിങ്ങിനും പ്ലാനിങ്ങിന്റെയും ബേസിക് സാധനമാണെന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഒരു ഡിസിഷൻ എടുക്കാനും അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും ഏറ്റവും അധികം ആവശ്യമുള്ള സംഭവമാണ് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ക്വാളിറ്റി ആയിട്ടുള്ള മാനേജറൽ ഡിസിഷൻസ് എടുക്കണമെങ്കിലും ക്വാളിറ്റി ഉള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇറ്റ് ഈസ് ദ ബേസിസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്ലാനിങ്. രണ്ടാമത്തേതാണ് പോസിബിലിറ്റി ഓഫ് സ്മൂത്ത് വർക്കിംഗ്. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സ്മൂത്ത് ലൈക്ക് ബട്ടർ എന്ന് പറയുന്നത് പോലെ ഈസി ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ആ ഒരു എന്റർപ്രൈസിനെ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് വൺ ആണ് ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് ഒരുപാട് പേരുള്ള ഒരു ഓർഗനൈസേഷനെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സഹകരിച്ച് പരസ്പര സഹകരണ ഹെൽപ്പോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത്. സോ ഇറ്റ് ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ. നെക്സ്റ്റ് വൺ ഇൻക്രീസ്ഡ് മാനേജറിയൽ എഫിഷ്യൻസി. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും മാനേജേഴ്സിന്റെ കപ്പാസിറ്റി കൂട്ടുകയും അവരുടെ മാനേജറിയൽ എഫിഷ്യൻസി കൂട്ടുകയും ചെയ്യും. എങ്ങനെയാണ് കൂട്ടുന്നത്? അവർ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവർ ക്വിക്കായിട്ട് ചെയ്യും, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യും. അതുവഴി അവരുടെ എഫക്റ്റീവ്നെസ് കൂടും. സോ അതാണ് ഇൻക്രീസ്ഡ് മാനേജറിയൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് പ്രൊമോട്ട് ഇൻഡസ്ട്രിയൽ പീസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും സുപ്പീരിയേഴ്സിന്റെ സൈഡിൽ നിന്നാണെങ്കിലും സബോർഡിനേറ്റ്സിന്റെ സൈഡിൽ നിന്നാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കും. സോ അതുവഴി ഒരു അവരുടെ ഇൻഡസ്ട്രിയിൽ ഒരു പീസ്, ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് എസ്റ്റാബ്ലിഷ് എഫക്റ്റീവ് ലീഡർഷിപ്പ് എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലീഡർഷിപ്പിന്റെ ബേസിസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കാര്യമാണ്. ലീഡേഴ്സ് ആണെങ്കിൽ അവർ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓഫ് എ ഗുഡ് ലീഡർ ആണ്. അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും സബോർഡിനേറ്റ്സിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ ബൂസ്റ്റസ് മൊറൈൽ ആൻഡ് പ്രൊവൈഡ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ ആൻഡ് മൊറൈൽ ഓഫ് എംപ്ലോയീസ് ലാർജ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആവുകയും അവരുടെ മൊറൈൽ ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും. സോ അതാണ് ബൂസ്റ്റസ് മൊറൈൽ ആൻഡ് പ്രൊവൈഡ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഇമ്പോർട്ടൻസിൽ പറഞ്ഞു പോകുന്നത്. അതേപോലെ നെക്സ്റ്റ് വൺ ആണ് ഫെസിലിറ്റേറ്റ് കൺട്രോൾ. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നല്ല രീതിയിലുള്ള കൺട്രോളിങ്ങിന് സഹായിക്കുന്നു. ഓൾവേസ് കൺട്രോൾ ഹെൽപ്സ് ടു കൺട്രോൾ ബൈ ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദി പെർഫോമൻസ് ഓഫ് സബോർഡിനേറ്റ്സ് ടു ദ മാനേജർ. എപ്പോഴും നല്ല രീതിയിൽ സബോർഡിനേറ്റ്സിന്റെ പെർഫോമൻസ് എത്രത്തോളമാണെന്ന് മാനേജറിന് അറിയാനും മാനേജറിന് അതിന്റെ കറക്ഷൻ കൊടുക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? ഫോർമൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിൽ വരുന്നത്? അതെ, ഫോർമൽ ആയിട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഒരു ഒഫീഷ്യൽ സ്ട്രക്ചർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് വിളിക്കാം. അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ചാനൽസിൽ കൂടെ, കൃത്യമായിട്ടുള്ള പ്രിൻസിപ്പൾസിൽ കൂടെ, കൃത്യമായിട്ടുള്ള സ്കലാർ ചെയിനിൽ കൂടെ ആയിരിക്കും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് പോകാറുള്ളത്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ നമുക്ക് ലെറ്റേഴ്സിൽ കൂടെ കൊടുക്കാം, നോട്ട്സ്, മെമ്മോസ്, സർക്കുലേഴ്സ്, റിപ്പോർട്ട്സ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഓറൽ ആയിട്ടും റിട്ടൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ഒന്ന് വെർട്ടിക്കൽ, രണ്ട് ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ഫോളോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്വേർഡ്സ് ആവാം, ഡൗൺവേർഡ്സ് ആവാം. ഏതെങ്കിലും തരത്തിൽ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ നിങ്ങൾക്ക് ഷേപ്പ് അറിയാമല്ലോ. വെർട്ടിക്കൽ ഷേപ്പിൽ ഫ്ലോ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനാണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് അപ്വേർഡ്സും പോവാം, ഡൗൺവേർഡ്സും പോവാം. ഫോർമൽ ചാനൽസ് കൂടെ ആയിരിക്കും ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. ബിക്കോസ് ഇത് ടൈപ്സ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലോട്ട് ഒരു ഓർഗനൈസേഷനിലെ കമ്മ്യൂണിക്കേഷൻ പോകുന്നതിനെയാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
അതായത് ഫീഡ്ബാക്സുകളൊക്കെ മാനേജേഴ്സിന് പോകുന്നത്, സബോർഡിനേറ്റ്സ് ടു മാനേജേഴ്സ് പോകുന്നത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പം ലീവ് എടുക്കണമെങ്കിൽ അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, റിപ്പോർട്ട് എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യേണ്ടത്, ഗ്രാൻഡിന്റെ റിക്വസ്റ്റ് കൊടുക്കുന്നതൊക്കെ നമ്മൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഡൗൺവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഇതിനകത്ത് സുപ്പീരിയേഴ്സ് ടു സബോർഡിനേറ്റ്സ് ഈ രീതിയിലാണ് ഡിഫറെന്റ് ലെവൽസിൽ, ഫോർമൽ ലെവൽസിൽ പോകുന്നത്. ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള നോട്ടീസുകൾ കൊടുക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കൊടുക്കുന്നത്, ഓർഡേഴ്സ് കൊടുക്കുന്നത്, എന്തെങ്കിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതൊക്കെ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാണല്ലേ, ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക്, അപ്വേർഡ് എന്ന് പറയുമ്പോൾ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഴ്സൺസ് അറ്റ് ദ സെയിം ലെവൽ, സെയിം പൊസിഷനിലോ സെയിം ലെവലിലോ, അതായത് പാരലൽ ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇതിന് നമുക്ക് പാരലൽ കമ്മ്യൂണിക്കേഷൻ എന്നും സൈഡ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നും ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്നും നോക്കാം. അപ്പൊ ഇതിൽ ഏത് പേര് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഒരേ പൊസിഷനിലുള്ള ആളുകൾ പരസ്പരം പാരലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊഡക്ഷൻ മാനേജർ ആൻഡ് ഫിനാൻസ് മാനേജർ. ഇവിടെ കണ്ടോ, പ്രൊഡക്ഷൻ മാനേജറും ഫിനാൻസ് മാനേജറും പേഴ്സണൽ മാനേജറും 3 പേരും ഒരേ പൊസിഷനിലുള്ള ആൾക്കാരാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ലാറ്ററൽ അല്ലെങ്കിൽ പാരലൽ അല്ലെങ്കിൽ സൈഡ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. ഇതും ഓൾസോ പാർട്ട് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ബിക്കോസ് ഒഫീഷ്യൽ ചാനൽസിൽ കൂടെയാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ്. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. അതിനകത്തെ മെമ്പേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. The speed, the smoothness, the accuracy of communication are depending upon the network. എത്രത്തോളം ഏത് രീതിയിലുള്ള നെറ്റ്വർക്ക് ആണോ ഉപയോഗിക്കുന്നത് ആ രീതിയിലായിരിക്കും അതിന്റെ സ്പീഡും സ്മൂത്ത്നെസ്സും ആക്യുറസിയും ഒക്കെ വർക്ക് ആവുന്നത്. ജനറലി 5 ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ് നമ്മുടെ സാധാരണ ഓർഗനൈസേഷനിലുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് വീൽ പാറ്റേൺ. നിങ്ങളിപ്പോൾ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന പിക്ചർ വീൽ പാറ്റേൺ ആണ്. വീൽ പാറ്റേണിൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഫ്രം വൺ സെൻട്രൽ പേഴ്സൺ ഹു ജനറലി ദ ഗ്രൂപ്പ് ലീഡർ. ആ നടുക്ക് കാണുന്ന സർക്കിൾ ഒരു സെൻട്രൽ പേഴ്സൺ ആയിട്ട് വിചാരിക്കുക. ആ സർക്കിളിൽ നിന്ന് എല്ലായിടത്തേക്കും എന്ത് പോകുന്നു, കമ്മ്യൂണിക്കേഷൻ പോകുന്നു. അതാണ് വീൽ സെൻട്രലൈസ്ഡ് പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉള്ളതിനെയാണ് വീൽ പാറ്റേൺ എന്ന് പറയുന്നത്. അതാണ് നടുക്കൊരു സർക്കിൾ ഉണ്ട്, ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തേക്കും വീല് പോകുന്നത് പോലെ. വീൽ എന്ന് പറഞ്ഞാൽ എല്ലാ സർക്കിളിലേക്കും എത്തുമല്ലോ എന്ന് പറഞ്ഞ പോലെ ചിന്തിക്കുക. ഒരു ലീഡർ പോലെ ആക്ട് ചെയ്യുന്ന ഒരാൾ സെൻട്രലൈസ്ഡ് പാറ്റേൺ ആയിട്ട് നിന്ന് കമ്മ്യൂണിക്കേഷൻ സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് വീൽ പാറ്റേൺ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് ചെയിൻ പാറ്റേൺ. Chain pattern follows Scala chain of authority. Here are the person at the end of a chain can communicate with only one person, but others can communicate with 2 each. ഇവിടെ എൻഡിലുള്ള ഒരാൾക്ക് ഒരാളുമായിട്ട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്പൊ നോക്കൂ, ഇവിടെ 4 ആളുകളെ കാണാം, 4 സർക്കിൾ 4 വ്യക്തികളാണെന്ന് വിചാരിക്കുക. ഈ 4 വ്യക്തികളിൽ ഏറ്റവും അറ്റത്തുള്ള 2 പേർക്ക് എന്ത് ചെയ്യാം, ഒരാളുമായിട്ടേ സംസാരിക്കാൻ പറ്റും. പക്ഷെ നടുക്കുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറം ഇപ്പറയും 2 പേര് വെച്ചിരിപ്പുണ്ട്, അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതിനെയാണ് ചെയിൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഈ പിക്ചർ കറക്റ്റ് ആയിട്ട് അറിഞ്ഞു വെക്കണം, എങ്കിലേ നെറ്റ്വർക്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. വീൽ പാറ്റേൺ എന്ന് പറയുമ്പോൾ സെന്ററിൽ ഒരാൾ, ബാക്കി എല്ലായിടത്തോട്ടും അവർക്ക് സംസാരിക്കാൻ പറ്റും. ചെയിൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ നടുക്ക് ചുറ്റും അപ്പുറം ഇപ്പുറം ആളുകൾ ഉള്ളപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. പക്ഷെ അറ്റത്തിരിക്കുന്ന ആളുകൾക്ക് ഒരാളോടെ അറ്റ് എ ടൈം സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് ചെയിൻ പാറ്റേൺ ഓഫ് നെറ്റ്വർക്ക്. അടുത്തതാണ് സർക്കിൾ പാറ്റേൺ. This pattern permits each person in the group to communicate with 2 in the group. സർക്കിൾ പാറ്റേണിൽ നടുക്കിരിക്കുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന 2 പേരോട് സംസാരിക്കാൻ പറ്റും. സർക്കിൾ പാറ്റേൺ നെറ്റ്വർക്ക് ആയതുകൊണ്ട് എല്ലാ പേർക്ക് 2 പേരോട് സംസാരിക്കാനായിട്ട് സാധിക്കും. അതാണ് സർക്കിൾ പാറ്റേൺ നെറ്റ്വർക്ക് മെൻഷൻ ചെയ്തു പോകുന്നത്. രണ്ടാമത്തേതാണ് ഫ്രീ ഫ്ലോ അല്ലെങ്കിൽ ഓൾ ചാനൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇൻ ദിസ് നെറ്റ്വർക്ക് each person can communicate with others freely. The flow of communication is fast in this network. Every member participate equally. നിങ്ങൾക്ക് കാണാൻ പറയാം, ഒരു സ്റ്റാർ പോലെ ഫ്രീ ഫ്ലോ ആണ് എല്ലാവർക്കും എല്ലാവരുടെ അടുത്തേക്കും. ആ ആരോ എല്ലാ പേരിലേക്കും പോകുന്നുണ്ട്. ഇപ്പോൾ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരാൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏറ്റവും മുകളിലിരിക്കുന്ന സർക്കിളിലുള്ള ആളെ നോക്കിക്കഴിഞ്ഞാൽ ആ ആള്
അപ്പുറത്തിപ്പുറത്ത് ഇരിക്കുന്ന ആളുടെ അടുത്തും താഴെയുള്ള 2 പേരുടെ അടുത്തും അയാൾക്ക് സംസാരിക്കാൻ പറ്റും. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് നെറ്റ്വർക്കാണ് ഈ ഫ്രീ ഫ്ലോ അല്ലെങ്കിൽ ഓൾ ചാനൽ ഗ്രൂപ്പ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇവർക്ക് ഈച്ച് പേഴ്സൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഫ്രീ ഫ്ലോ ഓൾ ചാനൽ ഗ്രൂപ്പ് നെറ്റ്വർക്ക്. നെക്സ്റ്റ് വൺ ആണ് ഇൻവേർട്ടഡ് ബി. കുറെ സിംഗിൾ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് ഇൻവേർട്ടഡ് ബിയുടെ. ഇൻ ദിസ് നെറ്റ്വർക്ക് a subordinate is allowed to communicate with his immediate superior as well as superior. അതായത് ഇവിടെ ഏറ്റവും താഴെയുള്ള 2 ആളുകളെ നോക്കുക. അവർ ലോവർ ലെവലിൽ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അവർക്ക് അവരുടെ തൊട്ട് മുകളിലുള്ള വ്യക്തിയായിട്ടും അതായത് ഈ സെന്ററിലുള്ള ആളുമായിട്ട് അവർക്ക് സംസാരിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അവർക്ക് ഈ ടോപ്പിലുള്ള ആളുമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. 2 പേരുടെ അടുത്തേക്ക് ആരോ പോയിരിക്കുന്നത് നോക്കൂ. അതിൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? അവരുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനോടും അവരുടെ സുപ്പീരിയറിനോട് സംസാരിക്കാൻ പറ്റുന്നതിനാണ് ഇൻവേർട്ടഡ് വി ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷനും അതിന്റെ കുറച്ച് നെറ്റ്വർക്ക്സും നമ്മൾ നോക്കി. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഒഫീഷ്യൽ അല്ലാതെ ഒഫീഷ്യൽ ചാനൽസിൽ കൂടെ അല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലൈൻ ഓഫ് അതോറിറ്റിയോ ഒരു സ്കലർ ചെയിനോ ഒന്നുമില്ല. കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് പേഴ്സണൽ ആളുകളുടെ റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന് ഗ്രേപ്പ് വൈൻ, മുന്തിരി വള്ളികളെ പോലെ എങ്ങോട്ട് വേണമെങ്കിലും അത് പടർന്നു പിടിക്കാം. അത്തരത്തിൽ അപ്പൊ ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ആലോചിക്കുക, എങ്ങോട്ട് വേണമെങ്കിലും പടർന്നു പിടിക്കാം. ഇത്തരത്തിലുള്ള നെറ്റ്വർക്കിനാണ് ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. It is also called because of the origin and direction of the communication cannot be easily traced out. നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് എവിടെ നിന്ന് പൊട്ടിമുളച്ചു, ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഗ്രേപ്പ് വൈൻ സ്ട്രക്ചർ വളരെ ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും വളരാൻ പറ്റുന്ന കാര്യമാണ്. അതേപോലെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് മെൻഷൻ ചെയ്ത് പോകുന്നത്. ഇപ്പൊ ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക്സ് പല ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഉണ്ട്. സം ഓഫ് ദീസ് നെറ്റ്വർക്ക്സ് ആർ ഇവിടെ ഗോസിപ്പ് നെറ്റ്വർക്ക്, പ്രോബബിലിറ്റി നെറ്റ്വർക്ക്, ക്ലസ്റ്റർ നെറ്റ്വർക്ക്. ഇത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊക്കെ വളരെ പെട്ടെന്ന് ഇൻഫോർമൽ ആയിട്ട് ഫോം ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ് ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളത്. ഇപ്പൊ ജസ്റ്റ് എന്നാ നോക്കാം. സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക്. സിംഗിൾ സ്ട്രാൻഡ് ആണ് ഫസ്റ്റ് കണ്ട നെറ്റ്വർക്ക്. അതിൽ ഈച്ച് പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ്സ് ടു ദ അതർ ബൈ കീപ്പിംഗ് സ്ട്രിക്റ്റ് സീക്വൻസ്. ഒരു സീക്വൻസിൽ ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്നു, അയാൾ മറ്റൊരാളോട് പോയി പറയുന്നു, ഒരാൾ മറ്റൊരാൾ, എന്നിട്ട് ആ വ്യക്തി വേറെ ഒരാളോട് പോയി പറയുന്നു. ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനാണ് സിംഗിൾ സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഗോസിപ്പ് സ്റ്റൈലില് ഈച്ച് പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൾ അതേഴ്സ്. എല്ലാവരുടെ അടുത്തും ചുമ്മാ ഒരു സെലക്ഷനിൽ ഞാൻ എ ബിയോടും സിയോടും ഡിയോടും പറഞ്ഞു, ഡി വന്ന് ഇയോടും എഫിനോടും എയിനോടും പറഞ്ഞു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനാണ് ഗോസിപ്പ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോസിപ്പ് എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാവുമല്ലോ എന്താണെന്നുള്ളത്. അതാണ് ഗോസിപ്പ് സ്റ്റൈൽ. പിന്നെ പ്രോബബിലിറ്റി നെറ്റ്വർക്ക്. പ്രോബബിലിറ്റി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വെൻ ആൻ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ ഇൻഡിവിജ്വൽ ഓൺ എ റാൻഡം ബേസിസ്. വെറുതെ ഒരാൾ മറ്റൊരാളോട് ഒരു കാര്യം പറയുന്നതിനാണ് പ്രോബബിലിറ്റി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പിന്നെ ക്ലസ്റ്റർ മെത്തേഡാണ്. ഹിയർ ആൻ ഇൻഡിവിജ്വൽ പാസസ് ദ ഇൻഫർമേഷൻ ടു ഓൺലി ദോസ് പേഴ്സൺ ടു ഹൂം ഹി വാസ് ട്രസ്റ്റ്. വിശ്വാസമുള്ള ഒരാളോട് മാത്രം ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ക്ലസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ വിശ്വാസമുള്ള ആളോട് സംസാരിക്കുന്ന ഈ ക്ലസ്റ്റർ നെറ്റ്വർക്കാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇൻഫോർമൽ ഓർഗനൈസേഷൻ. പൊതുവെ ഓർഗനൈസേഷൻസിൽ നടക്കുന്ന ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ക്ലസ്റ്റർ മെത്തേഡാണ് എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. വിശ്വാസമുള്ള ആരോടെങ്കിലും റാൻഡമായിട്ട് എന്തെങ്കിലും പറയും, അതാണ് ക്ലസ്റ്റർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഇതൊക്കെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ് എന്നാണ്. നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷന്റെ ബേസിസിൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട്. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് വരും. ആ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസിക്കലി സെമാറ്റിക് ആയിട്ടുള്ള, സൈക്കോളജിക്കൽ ആയിട്ടുള്ള, ഓർഗനൈസേഷണൽ ആയിട്ടുള്ള, പേഴ്സണൽ ആയിട്ടുള്ള ബാരിയേഴ്സ് ആണുള്ളത്. ഇവയാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഹെഡിങ്ങിനുള്ള നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേതാണ് സെമാറ്റിക് ബാരിയേഴ്സ്. സെമാറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത് ദ പ്രോബ്ലംസ് ആൻഡ് ഒബ്സ്ട്രക്ഷൻസ് ഇൻ ദ പ്രോസസ് ഓഫ് എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് മെസ്സേജ് ഇൻ ടു വേർഡ്സ് ഓർ ഇംപ്രഷൻസ്. എൻകോഡ് ചെയ്യുന്ന സമയത്തും ഡീകോഡ് ചെയ്യുന്ന സമയത്തും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് സെമാറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. വേർഡ്സും സിമ്പിൾസും ആണല്ലോ നമ്മൾ ഇത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പലതരങ്ങളിൽ പല രീതിയിൽ ഡിഫറെന്റ് തിങ്സ് ടു ഡിഫറെന്റ് പേഴ്സൺസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പീപ്പിൾ സെയിം മെസ്സേജ് പല വേസിൽ അയക്കുമ്പോഴത്തേക്കും
അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും അനുസരിച്ച് അവരത് ഡീകോഡ് ചെയ്തെടുക്കുന്നത് ബുദ്ധിമുട്ടാവും. അപ്പം പല രീതിയിലായിരിക്കും. അപ്പം നോർമലി ഈ ബാരിയേഴ്സ് എന്ത് ചെയ്യും, റോങ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ് ആയിട്ട് വരും, ചിലപ്പോൾ ഫോൾട്ടി ട്രാൻസാക്ഷൻസ് ആയിട്ട് വരും. ഈ രീതിയിൽ സിമ്പിൾസ് തെറ്റിപ്പോവും. ഇങ്ങനെ അൺക്ലാരിഫൈഡ് അസംഷൻസ് ആയിട്ട് വരുന്നതിനാണ് സെമാറ്റിക് ബാരിയർ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി സംഭവിക്കാറുണ്ട് എൻകോഡ് ചെയ്ത മെസ്സേജ് ഡീകോഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, സെമാറ്റിക് ബാരിയേഴ്സ്. പിന്നെയാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആയിട്ടും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, എ worried person cannot communicate properly. Angry person cannot receive or understand the real meaning of message. ഒരാൾ ടെൻഷൻ അടിച്ചാണ് ഒരു മെസ്സേജ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവത്തില്ല. ഒരാൾ ദേഷ്യത്തിലാണ് ആ മെസ്സേജ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ കേൾക്കുന്ന രീതിയിൽ വ്യത്യാസം കാണാം. അപ്പോൾ ഓരോ വ്യക്തികളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, സെൻഡറിന്റെ റിസീവറിന്റെ കമ്മ്യൂണിക്കേഷൻ ഇതനുസരിച്ചിരിക്കും. സോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഭയങ്കരമായിട്ട് ഉണ്ട്. അപ്പൊ പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്. ഒന്ന് പ്രീമച്യൂർ ആയിട്ടുള്ള ഇവാലുവേഷൻസ്. ചില ആളുകൾക്ക് എപ്പോഴും ടെൻഡൻസി ഉണ്ട് കേൾക്കുന്നതിന് മുമ്പേ മെസ്സേജിനെ കുറിച്ച് ജഡ്ജ് ചെയ്യുക, അത് മിസ്അണ്ടർസ്റ്റാൻഡിലോട്ട് പോവുക. ഇത്തരത്തിലുള്ള ബാരിയറിനാണ് പ്രീമച്യൂർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അത് സൈക്കോളജിക്കലി സംഭവിക്കുന്ന ഒരു ബാരിയർ ആണ്. പിന്നെയാണ് ലാക്ക് ഓഫ് അറ്റൻഷൻ. പ്രോപ്പർ ആയിട്ട് റിസീവറിന് കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുക്കാതെ മെസ്സേജ് കേൾക്കുന്നത് ഈ ലാക്ക് ഓഫ് അറ്റൻഷന്റെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ ടെൻഷനും ഡിപ്രഷനും ഒക്കെ ഉള്ളവർക്ക് ലാക്ക് ഓഫ് അറ്റൻഷൻ ഉണ്ടാവാറുണ്ട്. സോ അവർ ബേസിക്കലി ഇതുപോലെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉള്ള ആളുകളാണ്. പിന്നെ ലാക്ക് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പൂർ റിട്ടൻഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ട്രാൻസ്മിഷന്റെ റിസൾട്ട് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. മൊത്തത്തിൽ മുമ്പേ പറഞ്ഞ കാര്യം എന്തായിരുന്നു, കൃത്യമായിട്ട് അത് ആക്യുറസി ഇല്ല, നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുമ്പോൾ. എഴുതുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ ഓറലിന്റെ സമയത്താണ് ഈ ട്രാൻസ്മിഷനും പൂർ റിട്ടൻഷൻ റേറ്റും ഉണ്ടാവാറുള്ളത്. പീപ്പിളിന് മൊത്തം ഇൻഫർമേഷൻസ് ഓർത്തെടുക്കാനൊന്നും കുറെ നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. അതാണ് സൈക്കോളജിക്കൽ ബാരിയറിന്റെ തേർഡ് വൺ പറയുന്നത്. പിന്നെയാണ് ഡിസ്ട്രാക്ട് എന്ന് പറയുന്നത്. ഡിസ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രാക്ട് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റർ ആൻഡ് റിസീവർ ആക്ട് ആസ് എ ബാരിയർ. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല. പക്ഷെ അവർക്ക് അതുകൊണ്ട് തന്നെ അവർ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ല. ഇത് സൈക്കോളജിക്കൽ ബാരിയർ ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഡിസ്ട്രാക്ട് എന്ന് പറയുന്നത്. തേർഡ് ടൈപ്പ് ഓഫ് സെമാറ്റിക്കും സൈക്കോളജിക്കലും കഴിഞ്ഞാൽ തേർഡ് ടൈപ്പ് ബാരിയർ ആണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഓർഗനൈസേഷന്റെ സ്ട്രക്ചറും ഓർഗനൈസേഷനുള്ള അതോറിറ്റിയും റിലേഷൻഷിപ്പും ഒക്കെ അതിന്റെ റൂൾസും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ബാരിയേഴ്സ് ആണ്. ഇത്തരത്തിലുള്ള ബാരിയേഴ്സിനെ കുറിച്ച് നമുക്കിനി നോക്കാം. ഓർഗനൈസേഷന്റെ പോളിസി. ബേസിക്കലി ഓരോ ഓർഗനൈസേഷന്റെ പോളിസിയും ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നതാവണമെന്നില്ല. അതേപോലെ തന്നെ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നതാണ്. പിന്നെ സ്റ്റാറ്റസ്, ഓരോ സ്റ്റാറ്റസും മാനേജേഴ്സ് സബോർഡിനേറ്റ്സിന് പ്രോപ്പർ ആയിട്ട് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് നിങ്ങൾ തരുന്ന മെസ്സേജ് എന്റെ സ്റ്റാറ്റസിന് ചേരുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് റീഡ് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ കോംപ്ലക്സിറ്റി ഇൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. എപ്പോഴും ഒരു ഓർഗനൈസേഷനിൽ ഒത്തിരി മാനേജറൽ ലെവൽസും ഒക്കെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഡിലേ ആയി പോകാറുണ്ട്. അതാണ് ഈ കോംപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഓർഗനൈസേഷന്റെ ഫെസിലിറ്റീസ്. ഇപ്പം ലൈക്ക് ഫ്രീക്വന്റ് ആയിട്ടുള്ള മീറ്റിംഗ്സ്, സജഷൻ ബോക്സ്, കംപ്ലൈന്റ് ബോക്സ്, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറെ കൂടെ ഒക്കെ ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. പക്ഷെ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ നടക്കുമോ? ഇല്ല. സോ അതൊരു ഓർഗനൈസേഷണൽ ബാരിയർ ആണ്. പിന്നെ നാലാമത്തെ ടൈപ്പ് ഓഫ് ബാരിയർ നമ്മൾ പറഞ്ഞത് പേഴ്സണൽ ആയിട്ടുള്ള ബാരിയേഴ്സ്. പേഴ്സണൽ ആസ്പെക്ട് ഓഫ് സെൻഡർ ആൻഡ് റിസീവർ, അതാണ് ഇവിടുത്തെ ഹിൻഡ്രൻസ് ആയിട്ട് വരുന്നത്. ഓരോരുത്തരുടെയും പേഴ്സണൽ ആസ്പെക്ട്. ഒന്ന് അവർക്കുണ്ടാകുന്ന ഫിയർ ഓഫ് ചലഞ്ചസ് ടു അതോറിറ്റി. സുപ്പീരിയേഴ്സ് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നതിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അവർ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും തരില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു അതോറിറ്റി തരുന്ന കാര്യത്തിനെ കുറിച്ച് ഫിയർ ആയിരിക്കും. അവർക്ക് അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി കൊടുക്കുന്നില്ല സബോർഡിനേറ്റ്സിന്. സോ അത് എപ്പോഴും പേഴ്സണൽ ആയിട്ടുള്ള ബാരിയർ ആയിട്ട്, സെൻഡർ കൃത്യമായിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ അത് പേഴ്സണൽ ആയിട്ടുള്ള ബാരിയർ ആണ് അവിടെ നടക്കുന്നത്. പിന്നെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഓഫ് സുപ്പീരിയർ ഓൺ ഹിസ് സബോർഡിനേറ്റ്സ്. അതായത് സം സുപ്പീരിയേഴ്സ് വിൽ നെവർ ടേക്ക് ഇൻ ടു കോൺഫിഡൻസ് വിത്ത് ദ സബോർഡിനേറ്റ്സ്. ദേ ആർ റിലക്റ്റന്റ് ടു സീക്ക് ദെയർ അഡ്വൈസ് ഓർ ഒപ്പീനിയൻ. ചില സബോർഡിനേറ്റ്സിന് എപ്പോഴും താഴാൻ അവർക്ക് ഭയങ്കര ഐഡിയാസ് ഒക്കെ ഉണ്ടായിരിക്കും. സുപ്പീരിയേഴ്സ് എന്ത് ചെയ്യില്ല, ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് ഒരു അഡ്വൈസ് സ്വീകരിക്കുകയോ ഒപ്പീനിയൻ എടുക്കില്ല. അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല, അവരോടും കൂടെ അത് ചോദിക്കാന്നുള്ള കോൺഫിഡൻസ് ഇല്ല. അത് പേഴ്സണൽ ബാരിയേഴ്സ് ആണ്, സുപ്പീരിയേഴ്സിന്റെ പേഴ്സണൽ ബാരിയേഴ്സ് അല്ലേ. പിന്നെയാണ് അൺവില്ലിംഗ്നെസ് ടു കമ്മ്യൂണിക്കേറ്റ്.
പീപ്പിൾ ലോവർ ലെവലിലുള്ളവരെ ഒരിക്കലും സുപ്പീരിയേഴ്സിന്റെ അടുത്ത് ഫ്രീ ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ പറയത്തില്ല. അവർക്ക് എപ്പോഴും ഇത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ നമ്മൾ പറയാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വണ്ണാണ് ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻസെന്റീവ്സ്. മോട്ടിവേഷൻ ഇല്ല, ഇൻസെന്റീവ്സ് ഒന്നും കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അവിടെ പ്രോപ്പർ ആയിട്ട് നടക്കത്തില്ല. അപ്പൊ ഇത്തരത്തിൽ ഇൻസെന്റീവ്സ് ഒക്കെ കൊടുത്താൽ അവിടെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേഷൻസ് വരും. അവർക്ക് ഗ്രോത്ത് ഉണ്ടാവണമല്ലോ, സോ അതിനുവേണ്ടി പ്രോപ്പർ കമ്മ്യൂണിക്കേഷന്റെ ആവശ്യമുണ്ടല്ലോ. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റീവ്നെസ് കൂട്ടാം. അതിനുവേണ്ടി കുറച്ച് മെഷേഴ്സ് നമുക്ക് എടുക്കാം. ഒന്ന് ക്ലാരിറ്റി. നല്ല രീതിയിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കണമെങ്കിൽ ക്ലാരിറ്റി അവിടെ കൊടുക്കണം. അത് പെർഫെക്റ്റ്ലി ക്ലിയറും ഫ്രീയും ആയിരിക്കണം. അവിടെ ആംബിഗിറ്റി ഒന്നും പാടില്ല. ലാംഗ്വേജ് സിമ്പിൾ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. രണ്ടാമത്തേതാണ് കമ്മ്യൂണിക്കേറ്റ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ റിസീവർ. മാനേജർ ആണെങ്കിലും സുപ്പീരിയർ ആണെങ്കിലും സബോർഡിനേറ്റ്സ് ആണെങ്കിലും ഇനിയിപ്പോൾ എന്താണെങ്കിലും അവരുടെ റിസീവറിന്റെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അവർക്ക് എന്തറിയാമെന്ന് നോക്കിയിട്ട് വേണം, അവർക്ക് അറിയാവുന്ന ലാംഗ്വേജിലായിരിക്കണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. തേർഡ് വൺ ആണ് കൺസൾട്ട്സ് അതേഴ്സ് ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. സോ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ പ്ലാനും കൂടെ നോക്കി കേൾക്കുക. സബോർഡിനേറ്റ്സിന്റെ പാർട്ടിസിപ്പേഷനും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുക. ഫോർത്ത് വൺ ആണ് ബി അവെയർ ഓഫ് ലാംഗ്വേജസ്, ടോൺസ്, കണ്ടന്റ്സ് ഓഫ് മെസ്സേജസ്. എന്ത് ലാംഗ്വേജ് ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ലാംഗ്വേജ് ക്ലിയർ ആയിരിക്കണം, മറ്റുള്ള വ്യക്തി റിസീവർക്ക് അണ്ടർസ്റ്റാൻഡബിളും ആയിരിക്കണം. അതേപോലെ കൺവേ തിങ്സ് ഓഫ് ഹെൽപ്പ് ആൻഡ് വാല്യൂ ടു ലിസണേഴ്സ്. ഇൻട്രസ്റ്റ്, റിസീവറിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബിക്കോസ് അങ്ങനെയുള്ളതിനെ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അതേപോലെ എൻഷുർ പ്രോപ്പർ ഫീഡ്ബാക്ക്. റിസീവറിന് കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു റെസ്പോണ്ട് കിട്ടാൻ വേണ്ടി എപ്പോഴും അവരെ എൻകറേജ് ചെയ്യണം. ദെൻ കമ്മ്യൂണിക്കേറ്റ് ഫോർ പ്രസന്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഇപ്പോൾ പ്രസന്റ് ആസ്പെക്ടിന് വേണ്ടി മാത്രമല്ല, നമുക്ക് ഫ്യൂച്ചറിലും ഈ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ പറയുന്നത് ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് റെഗുലർ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം, ഒരു റിവ്യൂ. എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഞാൻ വന്ന കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആണോ, അപ്പൊ വന്ന റെസ്പോൺസ് കറക്റ്റ് ആണോ, അപ്പോൾ ഒരു ഫോളോ അപ്പ് ചെയ്യുക. അതേപോലെ ബി എ ഗുഡ് ലിസണർ. ഫൈനലി മാനേജേഴ്സ് എപ്പോഴും ഒരു ഗുഡ് ലിസണേഴ്സ് ആയിരിക്കണം. പേഷ്യൻസോടുകൂടി കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഒക്കെ, അതായത് ഇവർ പേഷ്യൻസോടുകൂടി അറ്റൻഷനോടുകൂടി ഇരുന്നാൽ പകുതി പ്രോബ്ലംസും തീരുമെന്നാണ് പറയുന്നത്. സോ ഇത്രയും വേയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് ബെറ്റർ പ്രോസസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും.